കിട്ടിയ ഒരു അവസരം എന്നുള്ള നിലയിൽ മുരുകൻ സാറ് നമ്മൾ ഒരു 10 മിനിറ്റ് നമ്മളോട് സംസാരിക്കാനായിട്ട് ഒരു തീരുമാനമാക്കിയതാണ്. വന്ന കാര്യങ്ങളൊക്കെ വേറെയാണ്, പക്ഷെ എന്നാലും കിട്ടിയ അവസരം പാഴാക്കേണ്ടതെന്ന് വിചാരിച്ചാണ് നമ്മുടെ എല്ലാവരും നമ്മുടെ മാസത്തിലുള്ള മീറ്റിങ്ങുകൾക്കിടയിലുള്ള ഒരു കാര്യമായിട്ട് മുരുകൻ സാറിനെ നിങ്ങളോട് സംസാരിക്കാനായിട്ട് എനിക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കഴിഞ്ഞ ദിവസം സാർ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ മലയാള ഭാഷാ ദിനത്തിലും നല്ലൊരു പ്രോഗ്രാം നമ്മൾ വളരെ ഭാഗ്യം ചെയ്തവരായിട്ട് നമുക്ക് കിട്ടിയ ഒരു ദിവസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് തന്നെ തിരക്കിന് ഇടയിലാണെങ്കിലും കുറച്ച് സമയത്തേക്ക് നമുക്ക് വേണ്ടി മാത്രം എക്സ്ക്ലൂസീവായിട്ട് നമുക്ക് വേണ്ടി സാറിനെ കിട്ടിയിരിക്കുകയാണ്. സാറ് പറഞ്ഞതുപോലെ സാറിനെ കാണാവുന്നതാണ്. എന്തായാലും ഇങ്ങനെ നിങ്ങളെല്ലാവരെയും ഒരുമിച്ച് കാണാൻ കഴിയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. അന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ ഉള്ളവരാണ് നിങ്ങളെല്ലാവരും. കുറച്ച് പേരില്ല. അതെ. അപ്പോൾ ഈ മേഖലയിൽ നിന്നുകൊണ്ട് ഇങ്ങനെയുള്ള നിമിഷങ്ങൾ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണല്ലേ. നമുക്ക് നിങ്ങളുടെ സമയമാണ് ഞാൻ അവഹരിക്കുന്നത്. കാരണം ആതുര സേവന മേഖലയിലൊക്കെ ഇതിനെ എല്ലാവർക്കും സന്തോഷത്തോടെ ഇരിക്കാൻ സാധിച്ചപ്പോഴും ശ്രദ്ധയുടെ അവസരങ്ങൾ ഉണ്ടാക്കും. ഞങ്ങൾ വലിയ സന്തോഷം. അപ്പോൾ പ്രദീപൻ പാപ്പിലിക്കുന്നത് പറഞ്ഞൊരു എഴുത്തുകാരനുണ്ട്. അദ്ദേഹം വള്ളിക്കുന്നിലായിരുന്നു താമസിച്ചത്. വള്ളിക്കുന്നിൽ അദ്ദേഹം കല്യാണം കഴിഞ്ഞ് വന്നതാണ്. അതൊരു നാട് പാപ്പിലിക്കുന്ന് എന്ന് പറഞ്ഞത് പേരാമ്പ്രക്കാരനാണ്. വലിയ എഴുത്തുകാരനായിരുന്നു കേട്ടോ. നാടക പ്രവർത്തകനായിരുന്നു, നടനായിരുന്നു, നല്ല നാടകം എഴുതിയിരുന്നു, വലിയ സാംസ്കാരിക വിമർശകനായിരുന്നു. പക്ഷെ ഒരു 45-ാമത്തെ വയസ്സിൽ റോഡിലൂടെ നടന്നു പോകുമ്പോഴേ ഒരു വണ്ടി ഇടിച്ച് മരിച്ചുപോയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മയുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയും കൂടെ ഉണ്ടായിരുന്നു ഇവിടെ. അത് കൂടെ കണക്കാക്കിയാണ് ഞാൻ അത്. അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കവിതയൊക്കെ ചൊല്ലി തന്നു. അതുകൊണ്ട് ഏത് കവിത ചൊല്ലിയെന്ന് എനിക്ക് അറിഞ്ഞുണ്ടാക്കില്ല. ഏത് കവിത ചൊല്ലിക്കണം, ഒരേ സാധനം തന്നെ ഞാൻ വീണ്ടും ചൊല്ലിയാലോ എന്നുള്ളതാണ്. രേണുവ ചൊല്ലി അല്ലേ? പിന്നെ കുറച്ച് എത്ര ചൊല്ലിയോ? കുറച്ച് സമയം ഉണ്ടായിരുന്നില്ല ഞാൻ സാറേ. പിന്നെ നമ്മള് അല്ലാത്ത മലയാളം പാട്ടുകളും സാറിന്റെ സിനിമയിലെ നീ അടുത്തുണ്ടായിരുന്ന കാലം എന്ന കവിത അത് ചൊല്ലി. അപ്പൊ അത് കന്നഡ രേണുക എന്ന കവിതയുടെ ഒരു അന്യത്തിയാണ്. നീ അടുത്തുണ്ടായിരുന്ന കാലം ഒരു പ്രണയ കവിതയാണ്. ഈ ബാല്യകാലത്തെ പ്രണയത്തെ കുറിച്ചുള്ള കവിതയാണ്. നിങ്ങളാരും അത്തരക്കാരല്ലെന്ന് എനിക്കറിയാം. ഞാൻ അത്തരക്കാരല്ല. അതുകൊണ്ട് ഞാൻ ബാല്യകാലത്തുള്ള പ്രണയത്തെ കുറിച്ചാണ് ഈ കവിത പറയുന്നത്. നമുക്ക് ബാല്യകാലത്തിലെ പ്രണയം ഓർമ്മ കുറച്ച് വരില്ല. നീ അടുത്തുണ്ടായിരുന്ന കാലം ഞാൻ എന്നിലുണ്ടായിരുന്ന പോലെ, നീ അടുത്തില്ലാതിരുന്ന കാലം ഞാൻ എന്നിലില്ലാതിരുന്ന പോലെ, സ്വപ്നത്തിൽ നീ പുഞ്ചിരിച്ച കാലം എൻ്റെ ദുഃഖങ്ങളെല്ലാം അകന്ന പോലെ, നീ അടുത്തുണ്ടായിരുന്ന കാലം കണ്ടിട്ടു കണ്ടില്ല എന്ന ഭാവത്തിൽ നീ കണ്ണുകൊണ്ടമ്പെയ്ത ബാല്യകാലം, കണ്ടിട്ടു കണ്ടില്ല എന്ന ഭാവത്തിൽ നീ കണ്ണുകൊണ്ടമ്പെയ്ത ബാല്യകാലം, നോക്കുന്നതെന്തിനു നീ എന്നെയെന്നു നീ നോട്ടത്തിലൂടെ പറഞ്ഞ കാലം, നേരം വെളുത്താൽ നിനക്കായി വരമ്പത്തെ നീളും നിഴൽ നോക്കി നിന്ന കാലം, നേരം വെളുത്താൽ നിനക്കായി വരമ്പത്തെ നീളും നിഴൽ നോക്കി നിന്ന കാലം, മുന്നോട്ടു പോയിട്ടു പിന്നോട്ടു നോക്കി നീ കണ്ടു ഞാനെന്നു ചിരിച്ച കാലം, മുന്നോട്ടു പോയിട്ടു പിന്നോട്ടു നോക്കി നീ കണ്ടു ഞാനെന്നു ചിരിച്ച കാലം,
നീ കാണുവാനായി മരം കേറി കൊമ്പത്തെ നീറിന്റെ കൂടൊന്നുലഞ്ഞ കാലം, നിൽക്കാനിരിക്കാൻ കഴിഞ്ഞിടാതമ്മേ എന്നുള്ളിൽ കരഞ്ഞു ചിരിച്ച കാലം. അക്കാലമാണ് ഞാൻ ഉണ്ടായിരുന്നതെന്നിക്കാലമത്രേ തിരിച്ചറിഞ്ഞു. അക്കാലമാണു ഞാൻ ഉണ്ടായിരുന്നതെന്നിക്കാലമത്രേ തിരിച്ചറിഞ്ഞു. നഷ്ടപ്പെടും വരെ നഷ്ടപ്പെടും നഷ്ടമെന്താണെന്നതോർക്കില്ല നാം. നഷ്ടപ്പെടും വരെ നഷ്ടപ്പെടുന്നതിൻ നഷ്ടമെന്താണെന്നതോർക്കില്ല നാം. നഷ്ടപ്രണയത്തിൻ ഓർമ്മ പോൽ ഇത്രമേൽ മധുരിക്കും അനുഭൂതി വേറെയുണ്ടോ? മഴ പെയ്തു തോർന്നതിൻ ശേഷമൊരു ചെറുകാറ്റ് കവിളിൽ തലോടും തണുപ്പുപോലെ. നഷ്ടപ്രണയത്തിനോ ഇത്രമേൽ മധുരിക്കും അനുഭൂതി വേറെയുണ്ടോ എന്നാണ് പല ഇങ്ങനെ എല്ലാ കവിതകളും ഓരോരോ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ നിന്നാണ് നിങ്ങൾക്ക് എഴുതാൻ കേട്ടത് നന്നായിട്ട്. ഏത് സമയത്ത് ഞാൻ ഇക്കണോമിക്സ് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് മലയാളം പഠിച്ചിട്ടില്ല ഞാൻ നന്നായിട്ട്. അതുകൊണ്ട് മലയാളം പഠിക്കണമെന്നൊന്നും ഇല്ല കവിത എഴുതാൻ. അത് പറയാനും കൂടെ അത്യാവശ്യം. നെല്ലിക്ക എന്ന് പറയുന്ന കവിത അത് കൊച്ചു മക്കളെ കുട്ടിക്കാലത്ത് എഴുതുമായിരുന്നേ. പക്ഷെ ഒട്ടും ജനകീയമായ കണ്ണടയാണ്. അതൊരു 25 വർഷത്തിന് മുമ്പാണ് ആ കവിത. 27 വർഷം സമയത്താണ് 90s അവസാനമൊക്കെയാണ്. അപ്പൊ ഈ നെല്ലിക്ക പൊട്ടിയൊക്കെയുള്ള കവിതയാണ്. നന്മകൾക്കു നിറം കെടുന്നൊരു കാലമെന്നുണ്ണി, തിന്മകൾക്കു നിറച്ചു വർണ്ണ ചന്തമെന്നുണ്ണി. നന്മകൾക്കു നിറം കെടുന്നൊരു കാലമെന്നുണ്ണി, തിന്മകൾക്കു നിറച്ചു വർണ്ണ ചന്തമെന്നുണ്ണി. മിന്നുന്നു പലതെങ്കിലും അവ പൊന്നല്ലെന്നുണ്ണി, മിന്നുന്നു പലതെങ്കിലും അവ പൊന്നല്ലെന്നുണ്ണി. പൊള്ളയായ പഴത്തിനുള്ളിൽ വിത്തുമില്ലുണ്ണി, പൊള്ളയായ പഴത്തിനുള്ളിൽ വിത്തുമില്ലുണ്ണി. ദീപനാളം കണ്ടു പാറും പ്രാണികൾ പോലെ, ദീപനാളം കണ്ടു പാറും പ്രാണികൾ പോലെ. ചിറകുവെന്തു കരിഞ്ഞു മണ്ണിലടിഞ്ഞിടല്ലുണ്ണി, ചിറകുവെന്തു കരിഞ്ഞു മണ്ണിൽ അടിഞ്ഞിടല്ലുണ്ണി. നന്മകൾക്കു നിറം കെടുന്നൊരു കാലമെന്നുണ്ണി, തിന്മകൾക്കു നിറച്ചു വർണ്ണ ചന്തമെന്നുണ്ണി. ഓർത്തുവയ്ക്കാൻ ഒത്തിരി കഥ ബാക്കിയെന്നുണ്ണി, ഓർത്തുവയ്ക്കാൻ ഒത്തിരി കഥ ബാക്കിയെന്നുണ്ണി. ബാക്കി വച്ചവ ബാക്കിയാക്കാൻ നോക്കി നിൽക്കുണ്ണി. ആറ്റിൽ മുങ്ങി ഉറഞ്ഞു തുള്ളി ഉണർന്ന ബാല്യങ്ങൾ, ആറ്റിൽ മുങ്ങി ഉറഞ്ഞു തുള്ളി ഉണർന്ന ബാല്യങ്ങൾ. ആറ്റിലിപ്പോൾ അർബുദപ്പുണ്ണായി മണൽ കുഴികൾ, ആറ്റിലിപ്പോൾ അർബുദപ്പുണ്ണായി മണൽ കുഴികൾ. മാവിലെ കുഞ്ഞാറ്റ മുട്ട വിരിഞ്ഞൊര കൂട്, കാറ്റിലാടിയ കാലമങ്ങു പൊഴിഞ്ഞു പോയുണ്ണി. വിൽപ്പനയ്ക്കു നിരത്തി വച്ചവ ഒക്കെ വിത്താണ്, വിൽപ്പനയ്ക്കു നിരത്തി വച്ചവ ഒക്കെ വിത്താണ്. വിത്ത്
വിത്തുവാരി വിതച്ച പാടം ചത്തിരിപ്പാണ്, വിത്തുവാരി വിതച്ച പാടം ചത്തിരിപ്പാണ്. നാളെ ഞാനും നിന്റെ നാടും ഈ മുളം കാടും, നാളെ ഞാനും നിന്റെ നാടും ഈ മുളം കാടും. ലേലമിട്ടു വിരുന്നുകാർക്കു വിളമ്പുമെന്നുണ്ണി, ലേലമിട്ടു വിരുന്നുകാർക്കു വിളമ്പുമെന്നുണ്ണി. മാറ്റമില്ല എന്നു കരുതിയതൊക്കെയും മാറി, മാറ്റവും മറുമാറ്റവും ചെറുതോറ്റവും മാറി. പാട്ടുമാറി പകിടമാറി പതിവുകൾ മാറി, കൂട്ടുമാറി കുടിലുമാറി കൂത്തുകൾ മാറി. പാട്ടുമാറി പകിടമാറി പതിവുകൾ മാറി, കൂട്ടുമാറി കുടിലുമാറി കൂത്തുകൾ മാറി. അച്ഛനാരം അറിയാതെ അമ്മമാർ മാറി, അമ്മ ആരം അറിയാതെ ആങ്ങള മാറി. പെങ്ങൾ ആരം അറിയാതെ പൊരുളുകൾ മാറി, പെങ്ങൾ ആരം അറിയാതെ പൊരുളുകൾ മാറി. മാറി മാറി മറിഞ്ഞ കാലം മാഞ്ഞുമറയായി, മാറി മാറി മറിഞ്ഞ കാലം മാറി മറിയുമ്പോൾ, മാറി മാറി മറിഞ്ഞ കാലം മാറി മറിയുമ്പോൾ. മാറിനുള്ളിലെരിഞ്ഞ ദീപമണഞ്ഞിടലുണ്ണി, മാറിനുള്ളിൽ എരിഞ്ഞ ദീപമണഞ്ഞിടലുണ്ണി. നന്മകൾക്കു നിറം കെടുന്നൊരു കാലമെന്നുണ്ണി, തിന്മകൾക്കു നിറച്ചു വർണ്ണ ചന്തമെന്നുണ്ണി. അങ്ങനെ പോകുന്നതാണ് ശരികൾ കൂടുതലുള്ളത്. സന്തോഷം. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാമോ? ഞാൻ ചോദിച്ചാൽ ഞാൻ അതിനനുസരിച്ച് സിനിമയില് പുതിയ പുതിയ കുറച്ച് സിനിമകളിൽ വന്നിട്ടുണ്ട്, വരും. ഇപ്പോൾ സിനിമ വരാനുണ്ട്, വലിയ പടങ്ങളാണ്. ഈ അമ്മമാരെ കുറിച്ചുള്ളൊരു ഓർമ്മയുണ്ട്. ആ കവിതയുടെ പേര് മദേഴ്സ് ഡേ എന്നാണ്. പുതിയ കവിത. അമ്മമാരോട് നമുക്ക് ചെയ്യേണ്ട കാര്യം ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് തോന്നലുള്ള ആളുകളുടെ ഒരു വേദനയാണ് ആ കവിത. ഈ പ്രവാസ ലോകത്തുള്ളപ്പോൾ ഒരു സുഹൃത്തിനോട് പറഞ്ഞ അദ്ദേഹത്തിന്റെ അമ്മയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ ചില കാര്യമാണ്. അതിന്റെ പേര് മദേഴ്സ് ഡേ എന്നാണ്. അമ്മ വിളക്കു കൊളുത്തുന്നു, അമ്മ വിളക്കായി വെളിച്ചം പരത്തുന്നു. അമ്മ വിളക്കു കൊളുത്തുന്നു, അമ്മ വിളക്കായി വെളിച്ചം പരത്തുന്നു. അമ്മ വെട്ടത്തിൽ കളിക്കുന്നു ഞങ്ങൾ, അമ്മ കളിപ്പാട്ടമായി പൊട്ടുന്നു, പൊട്ടിച്ചിരിക്കുന്നു. അമ്മ പാഠങ്ങൾ തുറന്നു വയ്ക്കുന്നു, അമ്മ പാഠങ്ങൾ തുറന്നു വയ്ക്കുന്നു. ആ മുതൽ ക്ഷാവരെ അക്ഷരച്ചിമിഴുകൾ. അമ്മ പാഠങ്ങൾ തുറന്നു വയ്ക്കുന്നു, അമ്മ പാഠമാകുന്നു, അമ്മ പാഠപുസ്തകമാകുന്നു. അമ്മ പാഠമായി സ്വയം ഉഴുതുമറിക്കുന്നു, അമ്മ പാഠമായി സ്വയം ഉഴുതുമറിക്കുന്നു. അമ്മ വിത്തുകൾ മുളച്ചു പുത്തരിച്ചോറുരുളയാകുന്നു. അമ്മ പാഠവും പാഠവുമാകുന്നു, അമ്മ പാഠവും പാഠവുമാകുന്നു. പഞ്ഞമാസ പനിക്കാലത്തിൽ അമ്മ കഞ്ഞിയായി പ്ലാവില കുമ്പിളാകുന്നു. പഞ്ഞമാസ പനിക്കാലത്തിൽ അമ്മ കഞ്ഞിയായി പ്ലാവില കുമ്പിളാകുന്നു.
കാൽനട വണ്ടിയായി ഒക്കത്തിരുത്തുന്നു, ആശുപത്രി തിണ്ണമേൽ കിതപ്പാകുന്നു. കാൽനട വണ്ടിയായി ഒക്കത്തിരുത്തുന്നു, ആശുപത്രി തിണ്ണമേൽ കിതപ്പാകുന്നു. അമ്മ വിളക്കു കൊളുത്തുന്നു, നെറ്റിയിൽ വെള്ളം നനച്ച പഴം തുണി മൂടി പുതച്ച പുതപ്പിന്റെ ചൂടമ്മ അമ്മ പാഠമാകുന്നു. നേരം വെളുക്കുന്നതിന് മുൻപ് അടുക്കളക്കോലായിൽ അമ്മ അടുപ്പായി ജ്വലിക്കുന്നു. നേരം വെളുക്കുന്നതിന് മുമ്പ് അടുക്കളക്കോലായിൽ അമ്മ അടുപ്പായി ജ്വലിക്കുന്നു. സ്നേഹവാത്സല്യവും പാകത്തിനുപ്പുമായി പ്രാതലിൽ പിഞ്ഞാണ പാത്രമാകുന്നു. കാലം കടന്നു പോകുമ്പോൾ മുഖത്തുള്ള കാന്തി പതുക്കെ പടിഞ്ഞാറ് ചായുന്നു. കാലം കടന്നു പോകുമ്പോൾ മുഖത്തുള്ള കാന്തി പതുക്കെ പടിഞ്ഞാറു ചായുന്നു. പ്രഭാതം കടന്ന മുഖത്ത് നിന്ന് ഉച്ചയും പടിയിറങ്ങും. പ്രഭാതം കടന്ന മുഖത്ത് നിന്ന് ഉച്ചയും പടിയിറങ്ങും. അമ്മ സന്ധ്യയാകുന്നു, അമ്മ സന്ധ്യയാകുന്നു. എത്തിപ്പെടാ ദൂരത്തെത്തിയോ മക്കളെ, ശക്തമാം ചില്ലയിൽ ചേക്കേറിയോ എന്ന് നിശ്വാസം ഓരോന്നിലും കാതു കൂർപ്പിച്ചു നിൽക്കുന്നു ദൂര മലഞ്ചരുവിൽ കണ്ണുകൾ. എത്തിപ്പെടാ ദൂരത്തെത്തിയോ മക്കളെ, ശക്തമാം ചില്ലയിൽ ചേക്കേറിയോ എന്ന് നിശ്വാസം ഓരോന്നിലും കാതു കൂർപ്പിച്ചു നിൽക്കുന്നു ദൂരെ മലഞ്ചരുവിൽ കണ്ണുകൾ. കഞ്ഞി വിളമ്പുന്ന പാത്രത്തിൽ ഇപ്പോഴും വറ്റു പകുത്തു പകുത്തു വയ്ക്കാറുണ്ട്. കഞ്ഞി വിളമ്പുന്ന പാത്രത്തിൽ ഇപ്പോഴും വറ്റു പകുത്തു പകുത്തു വയ്ക്കാറുണ്ട്. എത്ര വൈകി വന്നു ചേരിലും നിർവൃതി വച്ചു വിളമ്പുവാൻ അർത്ഥപ്രതീക്ഷകൾ. അമ്മ വിളക്കു കൊളുത്തുന്നു. എത്തിപ്പെടാ ദൂരത്തെത്തിയോ മക്കളെ, എത്തി എത്തി നോക്കി തൃപ്തി പോരാതെ അമ്മ. എത്തി എത്തി നോക്കി തൃപ്തി പോരാതെ അമ്മ നക്ഷത്രമായി പൊന്തി മേലേക്ക് പോകവേ. എത്തിപ്പെടാ ദൂരത്തെത്തിയോ മക്കളെ, എത്തി നോക്കി തൃപ്തി പോരാതെ അമ്മ നക്ഷത്രമായി പൊന്തി മേലേക്ക് പോകവേ. മക്കൾ കൊടുത്തുവിട്ടോരു പുഷ്പചക്രത്തിൽ, മക്കൾ കൊടുത്തുവിട്ടോരു പുഷ്പചക്രത്തിൽ ചിത്രപതംഗങ്ങളായി രണ്ടു കണ്ണുകൾ മക്കളെ തേടി പറന്നു ചിറകു കുഴയവേ. കാറ്റടിച്ചാലും അനങ്ങാത്ത പ്ലാസ്റ്റിക് പൂവുകൾ നിന്നു മണക്കാതെ നിശ്ചലം. കാറ്റടിച്ചാലും അനങ്ങാത്ത പ്ലാസ്റ്റിക് പൂവുകൾ നിന്നു മണക്കാതെ നിശ്ചലം. വൈദ്യുത ബൾബുകൾ പൂത്തുലഞ്ഞൊരു നഗരം. കത്തും വെളിച്ചത്തിൽ ഉന്മാദ സംഗീത നൃത്ത പരപ്പതിൽ മക്കളും മക്കളും പൊക്കിപ്പിടിച്ച നുരയ്ക്കുന്ന ഗ്ലാസുകൾ മുട്ടിച്ചു ചൊല്ലി ഹാപ്പി മദേഴ്സ് ഡേ. വൈദ്യുത ബൾബുകൾ പൂത്തുലഞ്ഞൊരു നഗരം. കത്തും വെളിച്ചത്തിൽ ഉന്മാദ സംഗീത നൃത്ത പരപ്പതിൽ മക്കളും മക്കളും പൊക്കിപ്പിടിച്ച നുരയ്ക്കുന്ന ഗ്ലാസുകൾ മുട്ടിച്ചു ചൊല്ലി ഹാപ്പി മദേഴ്സ് ഡേ. അതെങ്ങനെയൊക്കെയാണ് സെന്റിയെങ്കിലും ഒരു കാര്യം, പഴയൊരു 4 പേര് എല്ലാവർക്കും എടുത്തിട്ടുണ്ടാകുന്നുണ്ടോ? എല്ലാവരും മസിൽ പിടിച്ചിരിക്കണ്ട. ഞാൻ ഒരു കഴിഞ്ഞോട്ട് അല്ലെ ഞാൻ തന്നെ തരും, എന്റെ കാലത്തല്ല പഴയത്. പത്തായത്തിലിറങ്ങി ഒരിത്തിരി നെല്ലെടുക്കെന്റെ മോളെ. അമ്മോളോട് പറയണേ, പത്തായത്തിലിറങ്ങി ഒരിത്തിരി നെല്ലെടുക്കെന്റെ മോളെ. എനിക്ക്
വയ്യമ്മോ എലി എന്നെ കടിച്ചു തിന്നുവമ്മോ, എനിക്ക് വയ്യമ്മോ എലി എന്നെ കടിച്ചു തിന്നുവമ്മോ. ഉരൽക്കളത്തിൽ ഈ നെല്ലിനെ ഇത്തിരി ഇടിച്ചുതാമോളെ, ഉരൽക്കളത്തിൽ ഈ നെല്ലിനെ ഇത്തിരി ഇടിച്ചുതാമോളെ. എനിക്കു വയ്യമ്മോ ചെറുക്കന്മാർ ഒളിഞ്ഞു നോക്കുമമ്മോ, എനിക്കു വയ്യമ്മോ ചെറുക്കന്മാർ ഒളിഞ്ഞു നോക്കുമമ്മോ. അടുക്കളയിൽ അരിയെ വേവിച്ചു വാർക്കടി മോളെ, അടുക്കളയിൽ അരിയെ വേവിച്ചു വാർക്കടി മോളെ. എനിക്കു വയ്യമ്മോ അടുപ്പെന്നെ തുറിച്ചു നോക്കുമമ്മോ, എനിക്കു വയ്യമ്മോ അടുപ്പെന്നെ തുറിച്ചു നോക്കുമമ്മോ. ഇല മുറിഞ്ഞിട്ടു വിളമ്പി വച്ചടി ഉണ്ണാൻ വാമോളെ, ഇല മുറിഞ്ഞിട്ടു വിളമ്പി വച്ചടി ഉണ്ണാൻ വാമോളെ. എന്തു രുചിയമ്മോ ഇത്തിരി കൂടി വിളമ്പമ്മോ, എന്തു രുചിയമ്മോ ഇത്തിരി കൂടി വിളമ്പമ്മോ. നമ്മളെ കോഴിയമ്മേന്റെ പാട്ടിന്റെ വേഷമാണ് അല്ലേ? പഴയ കോഴിയമ്മേന്റെ നീ എന്റെ നാട്ടുകാരൻ തന്നെ ഒരു സതീഷ് കിടാരക്കുഴി എന്ന് പറഞ്ഞ ഒരു ബാലകവിത എഴുതുന്ന കവിയുണ്ട്. അയാൾ പഴയ കവിതയാണ്, ഇപ്പോഴും അതിന്റെ ഒരു വെർഷൻ വേണമെങ്കിൽ മാറാം. അയാൾ ഈ മക്കളെ കുറിച്ച് എഴുതിയൊരു കവിതയുണ്ട്. ഉണ്ണിക്ക് പുതിയൊരു പേസ്റ്റ് എന്ന് ചോദിച്ചാൽ അമ്മ വാങ്ങിക്കൊടുക്കുക, നിർബന്ധം. ഉണ്ണി നമ്മുടെ കൺസ്യൂമർ, നമ്മുടെ ഉപഭോഗ സംസ്കാരം നമ്മളല്ല തീരുമാനിക്കുന്നത്. അപ്പൊ കുട്ടികളുടെ ഉപഭോഗ സംസ്കാരം തീരുമാനിക്കുന്ന അവർ കാണുന്ന ലോകമാണ്. ഉണ്ണിക്കു പുതിയൊരു പേസ്റ്റ് വേണം, ടിവിയിൽ കണ്ടതു തന്നെ വേണം. ഉണ്ണിക്കു വല്ലാത്ത ശാഠ്യമായി, ശാഠ്യം ശമിപ്പിക്കാൻ പേസ്റ്റ് വാങ്ങി. അമ്മ പേസ്റ്റ് വാങ്ങി കൊടുക്കും. അപ്പൊ ഇത് കൂടി കൂടി വരും. ഉണ്ണിക്കു പുതിയൊരു സോപ്പ് വേണം, ടിവിയിൽ കണ്ടതു തന്നെ വേണം. ഉണ്ണിക്കു വല്ലാത്ത ശാഠ്യമായി, ശാഠ്യം ശമിപ്പിക്കാൻ സോപ്പ് വാങ്ങി. ഉണ്ണിക്ക് പുതിയൊരു തോക്കു വേണം, ടിവിയിൽ കണ്ടതു തന്നെ വേണം. ഉണ്ണിക്കു വല്ലാത്ത ശാഠ്യമായി, ശാഠ്യം ശമിപ്പിക്കാൻ തോക്കു വാങ്ങി. ഇങ്ങനെ സ്ക്വയർ കയറി വരും. അപ്പൊ അമ്മ എല്ലാം വാങ്ങിക്കൊടുക്കും. അവസാനം ഉണ്ണി അമ്മയോട് എന്തായിരിക്കും ചോദിക്കുന്നതാണ് ആ കവിത തീരുന്നത്. എന്തായിരിക്കും ചോദിക്കുന്നത്? കവി പറയുന്നത് ഉണ്ണിക്ക് പുതിയൊരു, ഉണ്ണിക്ക് പുതിയൊരു ഡാഡി വേണം, ടിവിയിൽ കണ്ടതു ഓഞ്ഞ ഡാഡിയാണ്. എല്ലാവരോട് സ്ഥലമല്ലേ എടുത്ത് കിണറ്റിടാം. കവിതയ്ക്കൊക്കെ അങ്ങനെ ഒരു ശക്തിയുണ്ട്, ചില കാര്യങ്ങൾ. അപ്പൊ സന്തോഷം കാണാൻ കഴിഞ്ഞത്. വിചാരിക്കുന്നതല്ല, എന്നാലും വളരെ എന്താ പറയാ, നമ്മള് ലോകം മുഴുവൻ ആരാധിക്കുന്ന, പ്രത്യേകിച്ച് ഒരു കവിതാ ആസ്വാദകനെ സംബന്ധിച്ചിട്ട് ഏറ്റവും ഒരു സ്വപ്ന തുല്യമായിട്ടുള്ള ഒരു സംഭവമാണ്. രണ്ടാമത്തെ പ്രാവശ്യം നമുക്ക് കണ്ടിട്ടുണ്ട്. നേരിട്ടിട്ട് പല വേദികളിലും കണ്ടിട്ട് ഇത്ര അടുത്ത് ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്ന സാറിനും നമ്മളോട് ഇത്രയും വളരെ എന്താ പറയുക, ഒരു വെറുപ്പ് ചേർത്തൊന്നുമില്ലാതെ ഏറ്റവും ഒരു കൂട്ടുകാരോടൊക്കെ സംസാരിക്കും പോലെ സംസാരിക്കുകയും ചെയ്ത നമ്മുടെ ബഹുമാനായ മുഴുവൻ കാട്ടക്കർ സാറിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലും ഈ ആശുപത്രി സ്റ്റാഫ് എന്ന രീതിയിൽ അവരുടെ കൂട്ടായ്മ എന്ന രീതിയിൽ വലിയ നന്ദിയാണ്. Oh,